ഹായ് ഓൾ ഗുഡ് മോർണിംഗ്. ഇത് കാലത്ത് എണീച്ചിട്ട് അപ്പുറത്തേക്ക് പോവാണ്. ഇവിടെ അടുത്ത് തന്നെ വീട്, തൊട്ടടുത്തിട്ട് ഇവിടെ ഇളയമ്മൻ്റെ വീട്, അതിൻ്റെ അപ്പുറം തറവാട്, പിന്നെ അതുപോലെ തന്നെ തൊട്ടടുത്ത് ഷിറുവിൻ്റെ വീട്. ഇങ്ങനെ ഇത് തറവാട്, ഇത് ഷിറുവിൻ്റെ വീട്, ഇങ്ങനെ അടുത്ത് തന്നെയാണ്. എല്ലാവരും എണീച്ച് ഒന്നും അറിയില്ല, പോയി നോക്കട്ടെ. മുറ്റത്തൊന്നും ആരും കാണില്ല, ഏതാണ്ട് അകത്ത് കയറി നോക്കട്ടെ. ബാത്റൂം വെച്ചാൽ നോക്കിയാറുണ്ട്. ഇങ്ങനെ ഇതുണ്ടോ, വന്ന് കയറുമ്പോൾ തന്നെ കാലത്തുള്ള ചായ നമ്മളെ ഫെമിൻ്റെ വക. ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ്. അടിപൊളി ചായ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ കട്ടൻ ചായക്ക് എന്നാണ് ഇത്ര പ്രത്യേകത? പ്രത്യേകിച്ച് പ്രത്യേകതയൊന്നും ഇല്ല, പക്ഷെ നമ്മളെ ഫെമിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഫസ്റ്റ് ചായയല്ലേ, അപ്പം അതുകൊണ്ട് ഒരു എന്താ പറയുക, നമ്മൾ അടിപൊളി പറഞ്ഞാലല്ലേ പിന്നെ അവൾ ചായയിൽ ഉണ്ടാക്കി തരൂലും അല്ലേ ഫെമി? അങ്ങനെയല്ലേ? ഓക്കെ. പറഞ്ഞ പോലെ ഇവിടെ അതിനകത്ത് ഷെർമിയായിരിക്കുന്നു. എന്നിട്ട് ഫെമീനെ വിളിച്ച് അവൾ തന്നെ എന്താ പറയുക പ്രാന്തായിരുന്നു തോന്നുന്നു. അല്ലെങ്കിൽ ഇന്നത്തെ പരിപാടി കഴിഞ്ഞാൽ എല്ലാവരും ഡൗൺ ആയി അല്ലേ ഷെർമി? മാതിയാൽ ഇത്ര രാവിലെ എണീക്കുന്നൊന്നും വിചാരിച്ചില്ല. എല്ലാം എണ്ണ ഉറങ്ങിയണിച്ചിട്ട് നോക്കിയാടെ കാലത്ത് തന്നെ ചായയെല്ലാം കുടിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ചായയും കുടിച്ച് നാസ്ത കഴിച്ച് കഴിഞ്ഞപ്പാട് തന്നെ ഒരു സ്ഥലത്ത് പോകണമെന്നിട്ട് മാസി എടുത്ത് ചോറിയുന്നുണ്ട്. എവിടെയാണെന്നറിയോ? മാസിൻ്റെ എന്താ പറയുക മച്ചു, ഫിഷിന് വാങ്ങിക്കാൻ വേണ്ടി. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതാ ഷർഫാവ് കുറേ ഫിഷിനെ വാങ്ങിച്ചിട്ടുണ്ട്. നല്ല കുഞ്ഞു പച്ച കളറ് മഞ്ഞ കളറല്ലോ. ഇത് കാണുമ്പോഴേക്ക് മാച്ചുവിന് എന്താ പറയുക അത് വാങ്ങിക്കണതായി. അപ്പം ഇവിടെ അടുത്ത് തന്നെ ഇന്ന് എന്താ പേര് അതിന് പറയുക കടത്ത് മൂന്നേരത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പം അവിടെ പോയിട്ട് വാങ്ങിക്കണം. അതിന് മുമ്പ് പോയി കാക്കുണ്ടല്ലോ ഇവിടുന്ന് പറയുന്നുണ്ടെന്നല്ലോ വാങ്ങിക്കാറുണ്ട്. അപ്പം അതിന് മുമ്പ് നാസ്തൽ ഉണ്ടാക്കാറുണ്ട്. നമ്മൾ സാധാരണ പിന്നെ ഒരൈറ്റം ഉണ്ടാക്കല്ലോ, പക്ഷെ ഇന്ന് 2 ഐറ്റം ഉണ്ടാക്കുന്നുണ്ട്. കാരണം നമ്മൾ പുതിയ ആളുണ്ടല്ലോ. വേണ്ട പോകാലോ, മീൻ്റെ അടുത്ത് പോണോ? ഓഹോ, ഇവിടുത്തെ ATM പൈസ ഇല്ല, അതുകൊണ്ട് മാച്ചുവിനും മീനും ഇല്ല. അവിടെ വേറെ ATM ഉണ്ടോ? എന്നാ അപ്പുറത്ത് പോയി നോക്കാം. നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് 3 അപ്പോൾ പിന്നെ ഷർഫിൻ്റെ കൂടി തന്നെ ഇതിന് മുമ്പ് വന്നിട്ട് ഈ സ്ഥലമെല്ലാം കണ്ടുപിടിച്ചതാണ്. അപ്പോൾ കഴിഞ്ഞ വ്യക്തിന് അവിടെ ആ ഫിഷ് കണ്ടതിനെ മാറ്റി പറയുന്നുണ്ട് എനിക്ക് വാങ്ങിച്ചു. ഞാൻ പിന്നെ നല്ല മുക്കാൻ നോക്കിയതാണ്. പക്ഷെ ഇന്ന് എങ്ങനെയും വിടുന്നില്ല. ഞാൻ ക്യാഷ് ഇല്ലാതെ വരച്ചോലും വിട്ടില്ല. കുറേ ATM കയറ്റി ലാസ്റ്റ് ഒരു സ്ഥലത്ത് നിന്ന് ATM പൈസ കിട്ടി നേരെ ഇടാൻ വന്നിട്ടുണ്ട്. അപ്പം ഓടിയിട്ടുണ്ട് നോക്കാൻ വേണ്ടി. ഞാനും പോയി നോക്കട്ടെ. ഇതല്ലേ മച്ചു? ഇതല്ലേ വേണ്ടത്? എത്ര ഫിഷിന്? 100. 2 കളറേ ഉള്ളൂ. ഗപ്പിയിട്ട് വേണോ മച്ചോ? ഇത് വേണോ? നമ്മളെടുത്തില്ലല്ലോ. ഇതുപോലെ ഒരു വയലറ്റുള്ള ഇരിക്കുന്നല്ലേ. എന്തായി എല്ലാം കിട്ടിയില്ലേ? എൻ്റെ കുറേ കാശ് കളഞ്ഞു. ദുഷ്ട അവൻ്റെ സന്തോഷം നോക്കിയാട്ടെ. മൊത്തത്തിൽ കാപ്പിലേക്ക് എത്തിയാൽ തുടങ്ങിയ മഴയാണ്. നമ്മളൊരു 10 മിനിറ്റ് കാര്യം ഒന്ന് നോക്കി, പക്ഷെ മഴ പോകാൻ ലക്ഷണമൊന്നും കാണില്ല. പിന്നെ ഒന്ന് വിട്ട് പക്ഷേ അവിടെ ഒരുപാട് സമയം നിപ്പാട്ടിയും ഭാഗ്യമായി. കാരണം വെച്ചാൽ ഇപ്പോൾ ഈ മഴ നിന്നിട്ടില്ല, പെയ്തോണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇന്നലെ തിരിച്ചു വരുമ്പോൾ നല്ല മഴയിലും കൊണ്ടിട്ടല്ലേ വന്ന പാടന്നെ കുളിച്ച് പിന്നെ അങ്ങ് കിടന്നുറങ്ങി. അതിനിടയിൽ മാച്ചുവിൻ്റെ ഫിഷിനെല്ലാം തുറന്നിറക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ടാങ്കിലേക്ക് വാങ്ങിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പച്ചയും മഞ്ഞയായിട്ടുള്ള അതിൻ്റെ പേരെനിക്കറിയില്ല. മാച്ചു പേര് ചോദിച്ചിനാ? അയ്യോ അത് ഞാൻ വിട്ടുപോയാൽ. എന്ത് ടെട്രാസാ? എന്താ പേരറിയില്ല, പറഞ്ഞ പോലെ അത് ഞാൻ വിട്ടുപോയി ചോദിക്കാൻ വേണ്ടി. ഓക്കെ, പിന്നെ വാങ്ങിച്ചത് സീബ്രയെന്ന് അല്ലെ, വയലറ്റ് കളർ സീബ്രയെന്ന്. ഓക്കെ, അപ്പോൾ നമ്മളതിനെ നേരിട്ട് പിന്നെ ടാങ്കിലേക്ക് ഇറക്കിയിട്ടില്ല. പിന്നെ കാർപ്പിനെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ഏതായാലും നമുക്ക് അത് എവിടെ ഉള്ളതെന്ന് കണ്ടിട്ട് വരാം. ആദ്യം 1.5 വെള്ളം അതിൽ കയറി പോകാൻ വേണ്ടി മാച്ച് ഇവിടെ കല്ലെല്ലാം ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ മുതലാണ് മാച്ചിൻ്റെ ഫിഷ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡക്വീടെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇന്നലെ വാങ്ങിച്ച കാർപ്പ്. അതിന് കളറെല്ലാം ശരിക്കും വരുന്ന അത്ര കുഞ്ഞാണ്. നമ്മളെ കോഴികളെല്ലാം കുറഞ്ഞു പോയിട്ടോ. ഈ കൂട്ടിൽ 2 എണ്ണവും പിന്നെ അതുപോലെ ഇതിൽ നമ്മളെ മുട്ടയിടുന്ന 2 കോഴിയും ഒരു പൂവനും അത് മാത്രമേ ഉള്ളൂ.
ഇതുകൊണ്ട് ഈ ഒരു സെറ്റപ്പ് എല്ലാം ആക്കിയിട്ട് ഇതെന്ന് വെച്ചാൽ നമ്മൾ കല്യാണത്തിന് പോകുന്ന സമയം ചെയ്ത് കൊടുത്തായിരുന്നു 2-3 ദിവസം ഇവിടെ നമ്മളില്ലല്ലോ. അപ്പോൾ അതിന് ഫുഡെല്ലാം കൊടുക്കാൻ വേണ്ടി ആരും ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ ചെയ്ത് കൊടുത്തതാണ്. പിന്നെ നമ്മൾ കോഴികൾ എവിടെ പോയെന്നല്ലേ, ഒരു ദിവസം മാച്ചു പിന്നെ മഴ നിന്ന സമയം മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവ തുറന്നു വിട്ടേ. ഞാനാണെങ്കിൽ ഇവിടെ ഇല്ല, മാച്ചുവിൻ്റെ സ്കൂളിൽ പോയത് ഫീസ് അടക്കാൻ വേണ്ടി. പോയിട്ടെല്ലാം തിരിച്ച് വരുമ്പോഴേക്കെന്ന് പറഞ്ഞാൽ കുറേ നായ് വന്നിട്ട് ഒരു 6 നായ് വന്നിട്ട് എല്ലാത്തിനെയും പിടിച്ചുകൊണ്ടുപോയി. നമ്മൾ ബ്രഹ്മനടക്കം പിടിച്ചുകൊണ്ടുപോയി. എന്തോ ഭാഗ്യത്തിന് ഇവർ പിന്നെ വലിയ കോഴീനെ മാച്ച് പൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു, തുറന്നു വിട്ടിട്ടില്ല. അതുകൊണ്ട് അത് രക്ഷപ്പെട്ട്. പിന്നെ അതുപോലെ 2 കോഴി എൻ്റെ കൂടെ ഓടി വന്ന് ഞാനിവിടെ എത്തുമ്പോഴേക്ക് നായ് പിടിച്ചുകൊണ്ടുപോകുന്നുണ്ടായിന്. അപ്പോൾ ഞാനിവിടെ എത്തുമ്പോഴേക്ക് അത് ഓടി വന്നുകൊണ്ട് അത് രക്ഷപ്പെട്ട്. ഇവിടെ ഫിഷ് ഉള്ളത് കേട്ടോ, ഗ്രീനും യെല്ലോയും പിന്നെ അതുപോലെ തന്നെ ബ്ലൂ കളർ സീബ്ര എല്ലാവരും ഇവിടെ ഉള്ളത്. ഇത് ശരിക്കും നമ്മൾ ഫിഷ് ടാങ്കിലേക്ക് വാങ്ങിച്ചിരുന്നു. പക്ഷേ പിന്നെ നേരിട്ട് ഫിഷ് ടാങ്കിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും രോഗമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബാക്കിയുള്ള ഫിഷിനും കൂടി ആവും, എല്ലാം കൂടി ചത്തുപോകും. അതുകൊണ്ടാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇത് ശരിക്കും ഇവർ ഇപ്പോൾ ക്വാറൻറ്റൈനിലാണ് ഉള്ളത്. മൊബൈൽ ക്വാറൻറ്റൈൻ എന്ന് പറയുമ്പോൾ എന്താ സംഭവം എനിക്കറിയില്ല. പക്ഷേ ഞാൻ നഴ്സറി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഓർക്കിഡ് എടുക്കാൻ തുടങ്ങിയതാണ് ക്വാറൻറ്റൈൻ എന്നുള്ള വേർഡ് കേട്ടത്. കാരണം പിന്നെ ഓർക്കിഡെല്ലാം പുറത്തുനിന്ന് തായ്ലാൻഡിൽ നിന്നെല്ലാം വരുന്നത്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ഏകദേശം 60 ദിവസം പിന്നെ 40 മുതൽ 60 ദിവസം വരെ ക്വാറൻറ്റൈനിൽ കിടക്കണം. അപ്പോൾ നമ്മൾ പ്ലാൻസ് വന്നു കഴിഞ്ഞാൽ വിളിച്ച് വയ്ക്കും, ഇറങ്ങാനായോ ഇല്ല ക്വാറൻറ്റൈനിലാന്നൊക്കെ പറയും. അപ്പോൾ ഞങ്ങളതുപോലെ കസ്റ്റമേഴ്സോട് പറയുമ്പോൾ കസ്റ്റമേഴ്സ് പറയും അതെന്താ ക്വാറൻറ്റൈൻ, അതെന്താ സംഭവം. അപ്പോൾ നമ്മളറിയാം അതിങ്ങനെ അടച്ചിട്ട റൂമിലിങ്ങനെ എന്താ പറയുക നെറ്റൊക്കെ ഇട്ടിട്ടുള്ള റൂമിൽ വെക്കുന്നതാണ്. പിന്നെ എന്താ പറയുക അവിടെ നിന്നുള്ള രോഗങ്ങൾ ഇങ്ങോട്ട് വരാതിരിക്കാൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും. ചെടികൾ മാത്രമല്ല ഫിഷ് ആയാലും തന്നെ പിന്നെ പുറത്തുനിന്ന് വരുമ്പോൾ ഫോറിൻ കൺട്രീസിൽ നിന്ന് വരുമ്പോൾ നമ്മളടുത്ത് പിന്നെ ക്വാറൻറ്റൈനിൽ വെക്കണം എന്നാണ്. പക്ഷേ ഫിഷ് എത്ര ദിവസം വെക്കണം എന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ആ ദിവസം വെച്ചതിന് ശേഷം മാത്രമേ റിലീസ് ചെയ്യുള്ളൂ. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഷും പിന്നെ പ്ലാന്റ്സും മാത്രമല്ല നമ്മൾ മനുഷ്യന്മാർ വരെ ക്വാറൻറ്റൈൻ. അതിപ്പോൾ ചെറിയ കുഞ്ഞു കുട്ടികൾക്ക് വരെ അറിയാം എന്താ ക്വാറൻറ്റൈൻ, എന്താ സാനിറ്റൈസർ, എല്ലാ കാര്യങ്ങളും ഇപ്പം ചെറിയ മക്കൾക്ക് വരെ അറിയാം. ഇപ്രാവശ്യം ഓണത്തിന് ഷർഫുവിൻ്റെ കല്യാണം ആയതുകൊണ്ട് ഓണസദ്യ ഒന്നും ഉണ്ടാക്കില്ല, എല്ലാ വർഷവും ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് മാച്ചിന് ഭയങ്കര പരാതിയാണ്, എന്തേ മമ്മി ഇപ്രാവശ്യം ഒന്നും ഉണ്ടാക്കാത്തതെന്ന് പറ്റും. അവിടെ ഞാൻ വിചാരിച്ചു ഇന്ന് ഏതായാലും കുറച്ച് സദ്യ, അതായത് ഒരു കുഞ്ഞു ഓണസദ്യ ഉണ്ടാക്കി കൊടുക്കാന്ന്. കാര്യമായിട്ട് പച്ചക്കറിയൊന്നും അവിടെ ഇല്ല. കാരണം വെച്ചാൽ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അത് എടുക്കാൻ പോയിട്ടില്ല. ഇന്നലത്തെ ബാക്കിയാണെന്നാണ് പറഞ്ഞത്. പിന്നെ ഞാൻ വിചാരിച്ചു ഉള്ളതെല്ലാം എടുത്തിട്ട് ഒരു കുഞ്ഞ് സദ്യ, പിന്നെ മാച്ചിനെ പറ്റിക്കാനല്ലേ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമെല്ലാം കഴിഞ്ഞ ഗംഭീര സദ്യകൾ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 8-ാം തീയതി വരെ എക്സാമാണ്. അത് ഇവിടെ എല്ലാം അഴീക്കോടാണ്. അപ്പം പിന്നെ ആ സമയം നല്ല അടിപൊളിയാക്കാൻ വിചാരിച്ച്. അങ്ങനെ നമ്മളിതാ സദ്യയെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. സമയം ഇപ്പോൾ 2 മണിയായി. അപ്പോഴേക്കെന്നെ മാച്ച് വിശക്കുന്നെല്ലാം പുറത്ത് വന്നിട്ടുണ്ട്. അല്ലെ ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ടെല്ലാം വരാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ മാച്ചുവിന് വിശക്കുന്നെല്ലാം പുറത്ത് അതാ ചിപ്സൊക്കെ അടി തുടങ്ങി. അവിയൽ, എരിശ്ശേരി, തോരൻ, സാമ്പാർ, പച്ചടി, ഓലൻ, അച്ചാർ, പായസം, മോര്, പിന്നെ പഴം, ശർക്കര ഇരട്ടി, ചിപ്സ്, പപ്പടം. പോരെ ഇത്? പോരെ അളിയാ? ഫുഡ് കഴിച്ച് കഴിയുമ്പോഴേക്കും അടിപൊളി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. സദ്യ അടിപൊളി, ചെറുതാണെങ്കിലും മാച്ചുവിൻ്റെ സങ്കടം തീർന്ന്. പിന്നെ അതുപോലെ തന്നെ കുറേ ദിവസമായിട്ട് പിന്നെ ഇപ്പോൾ പുറത്തുനിന്നുള്ള ഫുഡല്ലേ, ബിരിയാണി അതുപോലത്തെ ഐറ്റംസ് എല്ലാം അതിൻ്റെ ആ ഒരു കെട്ടങ്ങ് മാറി കിട്ടി. അപ്പോൾ ഇനി ഒരു അടിപൊളി സദ്യ എന്തായാലും നെക്സ്റ്റ് വീക്കെൻഡ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പ്ലാനിങ് ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും
ഒപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ തന്നെ എനേബിൾ ചെയ്യുക. വീഡിയോ കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.